എന്താണ് നമ്മൾ കേൾക്കുന്ന പോപ്പുലർ ഗോസ്പൽ? ദൈവത്തിരുനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ പോപ്പുലർ ഗോസ്പൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ചിരിച്ച് മരിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല, ആദ്യമേ പറഞ്ഞേക്കാം. അപ്പോൾ എന്താണ്? അതായത് ക്രിസ്ത്യാനിയുടെ പോപ്പുലർ ഗോസ്പലാണ്. അതായത് പെന്തക്കോസ്ത്, ബ്രദറൻ, കരിസ്മാറ്റിക് ഇവരുടെ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവം ഒരു ദിവസം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് 2 മനുഷ്യരെ സൃഷ്ടിച്ചു. എന്നിട്ട് അവരെ ഒരു തോട്ടത്തിൻ്റെ നടുവിലാക്കി, ഏദൻ തോട്ടത്തിൻ്റെ നടുവിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചോണം, ആ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നരുത് എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അവിടെ പിശാചിനെയും കൂടെ ആക്കി. അതായത് പിന്നെ ദൈവം ഭയങ്കര കരുതലുള്ള ആളാണ്. എന്നിട്ട് അവിടെ പിശാചിനെയും കൂടെ ആക്കി. പിശാചി പാമ്പിൻ്റെ അടുത്ത് ചെന്നു, പാമ്പ് ഔവയുടെ അടുത്ത് ചെന്നു. ഔവയുടെ അടുത്ത് ചോദിച്ചു, നീ എന്നോട് പറിക്കരുതെന്ന് പറഞ്ഞു. നീ ദൈവത്തെ പോലെ പറിച്ചു. അങ്ങനെ ആദത്തിന് കൊണ്ടു കൊടുത്തു, കഴിച്ചു. ഭയങ്കര പ്രശ്നമായി. ദൈവം ഇങ്ങോട്ട് വന്നു, ആദാമിനോട് ചോദിച്ചു, നീ പറിച്ചു തിന്നോ? നീ എനിക്ക് തുണയായിട്ട് വന്ന പെണ്ണ് പറിച്ചുകൊണ്ട് തന്നു, ഞാൻ തിന്നു. ആദിപാപം. ദൈവത്തിന് ഭയങ്കരമായിട്ട് കോപം വന്നു. ദൈവം 2 പേരെയും പിടിച്ച് പുറത്തോട്ട് ഒരൊറ്റ എറി വെച്ചു കൊടുത്തു. അങ്ങനെ അവർ തോട്ടത്തിന് പുറത്തായി. ദൈവം പിന്നീട് അങ്ങോട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ ദൈവവും. ഇങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഇങ്ങനെ യാഗങ്ങൾ, എനിക്ക് യാഗം തരണം, ബലി തരണം, ആടിനെ ബലി കഴിക്കണം, പിന്നെ കാളയെ ബലി കഴിക്കണം, പ്രാവിനെ ബലി കഴിക്കണം. ബലി കഴിച്ചാൽ മാത്രം പോരാ, കൂടെ എനിക്ക് കള്ള് വേണം. അങ്ങനെ കള്ള് വേണം, കോഴി വേണം, പിന്നെ ആട് വേണം. ഇങ്ങനെ ഇതെല്ലാം ബലി കഴിക്കുന്നത് കൊണ്ട് മനുഷ്യനും ഗുണം ഉണ്ടാകുന്നില്ല, ദൈവത്തിനും ഗുണമുണ്ട്. ദൈവം തിളച്ച് മറിയുക ചൂത്തിൻ്റെ ദേഷ്യം കാരണം. അവസാനം ദൈവം മടുത്ത് എന്ത് ചെയ്യും? അങ്ങനെ ദൈവം ഒരു പ്ലാൻ ഉണ്ടാക്കി. എന്താണ് പ്ലാൻ? ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ മോനെ റോഡിൽ ഇങ്ങോട്ട് വിട്ട് യൗമാരെ കൊണ്ടങ്ങ് തല്ലി കൊല്ലിക്കുക. അപ്പോൾ തല്ലി കൊന്ന് മോൻ്റെ ചോര വീണ് കഴിയുമ്പോൾ എനിക്ക് സമാധാനമാവും. അപ്പം ഞാൻ എല്ലാവർക്കും പാപമോചനം അങ്ങ് കൊടുക്കാം. അങ്ങനെ യേശു ക്രിസ്തു ജനിച്ചു. യേശു ക്രിസ്തു ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ ലോകത്തിലോട്ട് വന്നു. അങ്ങനെ പുള്ളി വന്നു. യഹൂദന്മാർ പുള്ളിയെ കുരിശേ കയറ്റി. അങ്ങനെ കുരിശിലെ ചോര വീണപ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. ആദാമ് പഴം പറിച്ചതിൻ്റെ പ്രായച്ചിത്തമായി. എങ്ങനെയുണ്ട്? അതായത് ഒരു പഴം പറിച്ച മനുഷ്യനോട് ക്ഷമിക്കാൻ കഴിയാത്ത ദൈവം ക്ഷമിക്കുന്നതിന് വേണ്ടി, തൻ്റെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി, അതിന് പഴയ നിയമത്തിലെ വാക്യങ്ങളൊക്കെ എടുക്കും കേട്ടോ, എഴുത്തുകൾ. കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി വന്നു, കുരിശേ കയറി. മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ കാണുമ്പോഴെല്ലാം ഈ റോഡിൻ്റെ സൈഡിലെല്ലാം വന്ന് നിന്ന് വെച്ച്, നിനക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ച് നിന്റെ പാവങ്ങൾ ചുമന്നു. ഭാരതത്തിൽ ജീവിക്കുന്ന ദ്രാവിഡനായ നിന്റെ എന്ത് പാപത്തിനാക്കും യേശു കുരിശിൽ കയറിയേ? നീ വിശ്വസിക്കുന്നുണ്ടോ ഈ ആദാമിനെ ഹവ്വയെ? പിന്നെ നിന്റെ എന്ത് പാപമാണ്? അപ്പം ഇല്ലോജിക്കലായ കുറച്ച് കാര്യങ്ങൾ നാട്ടുകാരുടെ അടുത്ത് തട്ടിവിടുക, എന്നിട്ട് ഇതിന് സുവിശേഷം എന്ന് പറയുക. അപ്പം നിങ്ങൾ കേൾക്കുന്ന പോപ്പുലർ ഗോസ്പൽ ഇതാണ്. ഇതിനകത്ത് പെന്തിക്കോസുകാരന്, ബ്രദറൻകാരന്, കരിസ്മാറ്റിക്കാരൻ ഒരു വ്യത്യാസമില്ല. അവർക്ക് ഒരു കോപിഷ്ഠനായ ദൈവം ഒരു പഴം പറിച്ച് തിന്നതിന് വേണ്ടി സ്വന്തം മോനെ നാട്ടുകാരെ കൊണ്ട് തല്ലിക്കൊല്ലിപ്പിച്ച് സന്തോഷമടയുന്ന ഒരു പിതാവ്. ഇതാണ് പോപ്പുലർ ഗോസ്പൽ. ചിന്തിക്ക്, ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.